തവനൂർ എം.എൽ.എയും മുൻ മന്ത്രിയും ഇടതുപക്ഷ നേതാവുമായിട്ടുള്ള ഡോക്ടർ കെ.ടി. ജലീൽ തൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഒരു കുറിപ്പ് എഴുതിയിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കപടമുഖത്തിൻ്റെയും അപജയത്തിൻ്റെ ഒരു വ്യക്തമായ ഒരു കുറിപ്പാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. വ്യക്തമായിട്ട് അദ്ദേഹം കാര്യങ്ങൾ പറയുന്നുമുണ്ട്. ലീഗിൻ്റെ തൊപ്പിയും ലീഗിൻ്റെ പച്ചയും ഉവൈസിയുടെ താടിയും എന്നാണ് ആ കുറിപ്പിന് അദ്ദേഹം തലക്കെട്ട് നൽകിയിട്ടുള്ളത്. ഈ കുറിപ്പിനകത്ത് പ്രസ് വൺ ടിവിക്കും മാധ്യമപ്രവർത്തകനായി എനിക്കും യോജിക്കാൻ പറ്റാത്ത ഒന്ന് രണ്ട് പോയിന്റ്സ് ഉണ്ട്. ആ പോയിന്റ്സിനെ കുറിച്ച് ഈ കുറിപ്പ് വായിച്ചതിന് ശേഷം പറയാം. പക്ഷെ മൊത്തത്തിൽ അദ്ദേഹം പറഞ്ഞ പോയിന്റ് വളരെ നിർണായകമാണ്. കാര്യമെന്ന് വെച്ചാൽ കോൺഗ്രസ് എങ്ങനെ കപട മതേതരത്വം കാണിക്കുന്നു എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് അദ്ദേഹം കാണിക്കുന്നത്. പക്ഷെ നമുക്ക് ചില കാര്യങ്ങളിൽ എഗ്രി ചെയ്യാൻ പറ്റത്തുമില്ലാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് ഈ പോസ്റ്റ് വായിച്ചതിന് ശേഷം പറയാം. പക്ഷേ കോൺഗ്രസ് എന്ന പാർട്ടിയുടെ കപട മതേതരത്വത്തെക്കുറിച്ച് അപജയത്തെക്കുറിച്ച് വ്യക്തമാക്കുന്നുണ്ട് ഈ പോസ്റ്റിനകത്ത്. അത് ജലീൽ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: കേരളത്തിലല്ലാതെ കോൺഗ്രസിന് സ്വാധീനമുള്ള ഒരു സംസ്ഥാനത്തും മുസ്ലിം ലീഗുമായി അവർ സഖ്യത്തിലല്ല. തമിഴ്നാട്ടിൽ മുന്നണി നേതൃത്വം DMK-ക്കായതുകൊണ്ട് മാത്രമാണ് കോൺഗ്രസ് ഉൾക്കൊള്ളുന്ന സഖ്യത്തിൽ ലീഗിന് ഇടം കിട്ടിയത്. ഖൈദെ മില്ലത്ത് ഇസ്മായിൽ സാഹിബ് ജീവിച്ചിരുന്ന കാലത്ത് കോൺഗ്രസ്സാണ് തമിഴ്നാട് ഭരിച്ചിരുന്നത്. അന്ന് പോലും ഇസ്മായിൽ സാഹിബിന് പാർലമെന്റിലെത്താൻ മഞ്ചേരിയിൽ വരേണ്ടി വന്നു. കോൺഗ്രസ് അവിടെ ക്ഷയിച്ച് DMK തമിഴ്നാട്ടിൽ ശക്തിപ്പെട്ട ശേഷമാണ് AK അബ്ദുൽ സമദ് സാഹിബും ഖാദർ മൊയ്തീൻ സാഹിബും അബ്ദുറഹ്മാൻ നവാസ് ഗനിയും അവിടെ നിന്ന് DMK സഖ്യത്തിൻ്റെ ഭാഗമായി മത്സരിച്ചതും പാർലമെന്റിൽ എത്തിയതും. കേരളത്തിൽ കോൺഗ്രസിനെ വിജയിപ്പിക്കാൻ ആളും അർത്ഥവും നൽകി കഠിനാധ്വാനം ചെയ്യുന്ന ലീഗ് ഇതൊക്കെ ഒന്ന് ഓർത്താൽ നന്നാകും. കർണാടകയിൽ കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ കോൺഗ്രസ് ലീഗിനെ ഗൗനിച്ചതേയില്ല. ലീഗിൻ്റെ പച്ചക്കൊടിയും പേരിന് മുന്നിലെ മുസ്ലിമും കോൺഗ്രസിന് എന്നും അലർജിയാണ്. ഇന്ത്യയുടെ തലസ്ഥാന നഗരിയായ ഡൽഹിയിലെ ഓഖ്ല പാർലമെന്റ് മണ്ഡലത്തിൽ കോൺഗ്രസിനെ തോൽപ്പിക്കാൻ 2019 BJP മാത്രമല്ല ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും ഉണ്ടായിരുന്നു. ലീഗിൻ്റെ ഡൽഹി പ്രദേശ് പ്രസിഡന്റ് ഖുറം അനീസുർ റഹ്മാനാണ് പച്ചക്കൊടി പിടിച്ച് കോൺഗ്രസിനെ അന്ന് നേരിട്ടത്. അസദുദ്ദീൻ ഒവൈസി BJPയിൽ നിന്ന് അച്ചാരം വാങ്ങിയാണ് മതേതര വോട്ടുകൾ ഭിന്നിപ്പിച്ച് കോൺഗ്രസിനെ തോൽപ്പിക്കാൻ പലയിടത്തും സ്ഥാനാർത്ഥികളെ നിർത്തുന്നത് എന്നാണ് ലീഗ് ഉൾപ്പെടെ എല്ലാവരും ആക്ഷേപിക്കാറ്. അങ്ങനെയെങ്കിൽ ഓഖ്ലയിൽ കോൺഗ്രസിനെതിരെ മത്സരിക്കാൻ ലീഗ് ആരുടെ കയ്യിൽ നിന്നായിരുന്നു അച്ചാരം വാങ്ങിയത്? കഴിഞ്ഞ കർണാടക നിയമസഭാ ഇലക്ഷനിൽ കോൺഗ്രസിനെതിരെ ലീഗ് മത്സരിച്ചത് എവിടെ നിന്ന് പണം കിട്ടിയിട്ടാണ്? ഇന്ത്യ മുന്നണി ഉണ്ടാക്കിയപ്പോൾ പോലും അസദുദ്ദീൻ ഒവൈസിയുടെ പാർട്ടിയെ ആരും ക്ഷണിച്ചില്ല. കോൺഗ്രസ് അവരുമായി സംസാരിക്കാൻ പോലും തയ്യാറായില്ല. എന്താണ് അസദുദ്ദീൻ ഒവൈസി ചെയ്ത തെറ്റ്? പാർലമെന്റിൽ BJPക്കും മോദിക്കും അമിത്ഷായ്ക്കുമെതിരെ ആഞ്ഞടിക്കുന്നതോ? സ്വന്തമായി നിന്ന് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ 2 സീറ്റുകൾ നേടിയതോ? തെലങ്കാനയ്ക്ക് പുറമെ ചില സംസ്ഥാനങ്ങളെങ്കിലും നിയമസഭയിൽ അവർക്ക് പ്രാതിനിധ്യവുമുണ്ട്. ഇന്ന് വരെ ഏതെങ്കിലും ഒരു വർഗീയ കലാപത്തിൽ ഒവൈസിയുടെ പാർട്ടിക്ക് പങ്കുള്ളതായി ഒരു അന്വേഷണ കമ്മീഷനും പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെ എന്തിനാണ് അവരോട് ഇത്ര അയിത്തം? വർഗീയതയിൽ BJPയോട് മത്സരിച്ചിരുന്ന പാർട്ടിയാണ് മഹാരാഷ്ട്രയിലെ ശിവസേന. ദക്ഷിണേന്ത്യൻ വിരുദ്ധതയിലും മുസ്ലിം വിരുദ്ധതയിലും വാർത്തെടുക്കപ്പെട്ട പാർട്ടി. ബാൽ താക്കറെ വർഗീയ വിഷം ചീട്ടി സ്ഥാപിച്ച സംഘം. അങ്ങനെയുള്ള ശിവസേനയോട് പോലും രാഷ്ട്രീയ സഖ്യത്തിന് കോൺഗ്രസ് തയ്യാറായി. എന്നാൽ അസദുദ്ദീൻ ഒവൈസിയുടെ പാർട്ടിയോടോ മുസ്ലിം ലീഗിനോടോ ഏതെങ്കിലും ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് സ്വാധീനമുള്ള പാർട്ടികളോടോ ഇന്ത്യയുടെ ഹൃദയഭൂമിയിൽ ഒരു സഖ്യത്തിന് കോൺഗ്രസ് തയ്യാറാകാത്തത് എന്തുകൊണ്ടായിരിക്കും? BJP അത് പ്രചരിപ്പിച്ച് കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കും എന്നതാണ് ഉത്തരമെങ്കിൽ ഒരു മറു ചോദ്യമുണ്ട്. BJP കഴിഞ്ഞ 25 വർഷമായിട്ടല്ലേ ഇന്ത്യയിൽ ശക്തമായത്? രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 76 വർഷം പിന്നിട്ടു. കോൺഗ്രസിൻ്റെ പ്രതാപകാലത്ത് ഒരു ന്യൂനപക്ഷ പാർട്ടിയെയും സഖ്യത്തിൽ ചേർക്കാനോ അംഗീകരിക്കാനോ അവർ തയ്യാറായിട്ടില്ല. കേരളത്തിൽ ഗത്യന്തരമില്ലാതെയാണ് ചത്ത കുതിരയെ അവർ കൂടെ കൂട്ടിയത്. ഇന്ത്യയിൽ BJPയെ പ്രതിരോധിക്കേണ്ട ബാധ്യത മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ ചുമലിൽ കെട്ടിവെച്ച് കോൺഗ്രസ് മാറി നിൽക്കുകയാണ്. മുസ്ലിങ്ങൾ ഏകപക്ഷീയമായി കോൺഗ്രസിനെ പിന്തുണയ്ക്കണമെന്നാണ് അവരുടെ പക്ഷം. മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ അഹമ്മദ് പട്ടേലിനെയും ഗുലാം നബി ആസാദിനെയും വരെ ഇലക്ഷൻ പ്രചാരണ വേദികളിൽ നിന്ന് കോൺഗ്രസ് മാറ്റി നിർത്തിയെന്ന പരാതി കശ്മീരിലെ കോൺഗ്രസിൻ്റെ മുഖമായ ഗുലാം നബി ആസാദ് തന്നെയാണ് വെട്ടിത്തുറന്ന് പറഞ്ഞത്. അങ്ങനെ അതിരുവിട്ടപ്പോഴാണ് ഗുലാം നബി കോൺഗ്രസ് വിട്ട് പുതിയ പാർട്ടി ഉണ്ടാക്കിയത്. ലീഗിൻ്റെ പച്ചയും തൊപ്പിയും അസദുദ്ദീൻ ഒവൈസിയുടെ താടിയും ഷെർവാനിയും കോൺഗ്രസിന് എക്കാലത്തും ചതുർത്ഥിയാണ് കാണാൻ ഇഷ്ടപ്പെടാത്തത്. മിതമായ ഭാഷയിൽ പറഞ്ഞാൽ ഈ വെറുപ്പിൻ്റെ പേരാണ് ഇസ്ലാമോഫോബിയ എന്ന് പറഞ്ഞാണ് അദ്ദേഹത്തിൻ്റെ കുറിപ്പ് അവസാനിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൽ ഞങ്ങൾക്ക് യോജിക്കാൻ പറ്റാത്തത് ഒവൈസിയെക്കുറിച്ച് പറഞ്ഞ പോയിന്റ് മാത്രമാണ്. ഒവൈസിയെ കോൺഗ്രസ് മാറ്റി നിർത്തുന്നതിൽ വ്യക്തമായ കാരണങ്ങളുണ്ട്. പക്ഷേ ലീഗിനെ കുറിച്ച് പറഞ്ഞ കാര്യം, ശിവസേനയെക്കുറിച്ച് പറഞ്ഞ കാര്യം വളരെ പ്രാധാന്യമുള്ളതും വളരെ ചർച്ച അർഹിക്കുന്നതുമാണ്. ലീഗിനെ കുറിച്ച് പറഞ്ഞ കാര്യം 100% ചർച്ച അർഹിക്കുന്നതാണ്. കാരണം വെച്ചാൽ കേരളത്തിന് പുറത്ത് ലീഗിനെ അവർ മൈൻഡ് പോലും ചെയ്യുന്നില്ല. ഒരു സമയത്ത്
ഉത്തർപ്രദേശിലും ബംഗാളിലും വരെ വ്യക്തമായ സ്വാധീനമുണ്ടായിരുന്ന പാർട്ടി ഇപ്പോൾ ചുരുങ്ങി കേരളത്തിൽ മാത്രമായിരിക്കുകയാണ്. കേരളത്തിൽ മാത്രമല്ല, തമിഴ്നാട്ടിൽ നിന്ന് ഒരു MP കിട്ടുന്നുണ്ട്. പക്ഷേ DMKയുടെ സഖ്യത്തോ ഉള്ളതുകൊണ്ട് മാത്രമാണ്. DMK അധികാരത്തിൽ വന്നതിന് ശേഷം, DMK ശക്തമായതിനു ശേഷമാണ് മുസ്ലിം ലീഗിന് അവർ അറിയിച്ച പ്രാധാന്യം തമിഴ്നാട്ടിൽ കിട്ടിത്തുടങ്ങിയത് പോലും. അത് ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. അപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, കോൺഗ്രസ് ലീഗിന് ഉപയോഗിക്കുന്നത് വെറും ആ വോട്ടിന് വേണ്ടി മാത്രമാണ്. കേരളത്തിൽ അവർ കിട്ടാൻ പോകുന്ന വോട്ടിന് വേണ്ടി മാത്രമാണ്. കേരളത്തിൽ ലീഗ് ഇല്ലെങ്കിൽ ജയിക്കാൻ പറ്റത്തില്ലെന്ന് കോൺഗ്രസിനറിയാം. അതുകൊണ്ട് മാത്രമാണ് നെഹ്റുവിൻ്റെ ചത്ത കുതിരയെ ഇപ്പോഴും കോൺഗ്രസ് ചുമന്നുകൊണ്ട് നടക്കുന്നത്. അല്ലെങ്കിൽ അവർ ചുമന്നുകൊണ്ട് നടക്കത്തില്ല. സ്വന്തമായിട്ട് ജയിക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് കോൺഗ്രസ് ലീഗിനെ ചവിട്ടിപ്പുറത്താക്കും. ലീഗിനെ ആവശ്യമില്ലെന്ന് കോൺഗ്രസ് തന്നെ പറയുകയും ചെയ്യും. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ കേരളത്തിലെ കോൺഗ്രസിൻ്റെ അവസ്ഥ വെച്ച് അവർക്ക് ലീഗിനെ കിട്ടിയേ തീരൂ, ലീഗിനെ കൂടെ കൊണ്ടുപോയേ പറ്റും. അതുകൊണ്ടാണ് ഇപ്പോഴും ചുമന്നുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ പുറത്താക്കും. അതാണ് ഈ ജലീലിൻ്റെ പോസ്റ്റ് നമുക്ക് മനസ്സിലാക്കുന്ന കാര്യം. മാത്രമല്ല, നേരത്തെ പറഞ്ഞ പോലെ അസാദുദ്ദീൻ ഒവൈസിയുടെ കാര്യം, അസാദുദ്ദീൻ ഒവൈസിയെ മാറ്റി നിർത്താൻ വ്യക്തമായ കാരണങ്ങൾ കോൺഗ്രസിനുണ്ട്. അത് ലീഗുമായിട്ട് കൂട്ടിക്കെട്ടേണ്ടതില്ലെന്നാണ് പ്രസ് ടിവിയുടെ ഇന്ന് ചേർത്ത് പറയാനുള്ള കാര്യം. പക്ഷേ എന്നാലും ലീഗിനെക്കുറിച്ചും ശിവസേനയെക്കുറിച്ച് പറഞ്ഞ കാര്യം 100% സത്യമാണ്. അത് ചർച്ച അറിയിക്കുന്നതുമാണ്. അതാണ് വ്യക്തമാക്കുന്നത് ജലീലിൻ്റെ പോസ്റ്റിനകത്തുനിന്നും.